രാഷ്ട്രപതി ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ നടക്കുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ചുവപ്പ് നാട വിരിക്കാൻ മാത്രമല്ല, വിരിച്ച ആ ചുവപ്പ് നാടയുടെ വാടക പോലും കൊടുക്കാൻ ഗതിയില്ലാത്ത, അല്ലെങ്കിൽ മനഃപൂർവ്വം പണം നൽകാത്ത ഒരു സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോക പ്രശസ്തമായ ശബരിമല ക്ഷേത്രത്തെ ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ചാണ്. കോടികൾ കാണിക്കയായി ഒഴുകുന്ന അയ്യപ്പന്റെ മണ്ണിൽ നീതി തേടി അലയുന്ന ഒരു മനുഷ്യന്റെ കഥ. കാഞ്ഞിരപ്പള്ളി സ്വദേശി ശിവദാസ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയുടെ പ്രഥമ പൗര ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തിയപ്പോൾ അവർക്ക് വേണ്ടി രാജകീയ സൗകര്യങ്ങൾ ഒരുക്കിയത് ഇദ്ദേഹമാണ്. രാഷ്ട്രപതിക്ക് കിടക്കാൻ തേക്ക് തടിയിൽ തീർത്ത കട്ടിൽ, ഇരിക്കാൻ ലക്ഷങ്ങൾ വിലയുള്ള സോഫകൾ, കഴിക്കാൻ വെള്ളിപ്പാത്രങ്ങൾ എല്ലാം റെഡി. പക്ഷേ രാഷ്ട്രപതി മടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പാവ മനുഷ്യന് കിട്ടാനുള്ളത് 26 ലക്ഷം രൂപയാണ്. ഇത് വെറും ഒരു പൈസയുടെ പ്രശ്നമല്ല, ഇതൊരു സിസ്റ്റത്തിന്റെ കൊള്ളയാണ്. ഭക്തർ നൽകുന്ന പണം ഇങ്ങോട്ടേക്ക് പോകുന്നു. രാഷ്ട്രപതി വന്നപ്പോൾ ഷോ കാണിക്കാൻ മത്സരിച്ച ഉദ്യോഗസ്ഥർ പണിയെടുത്തവന് കൂലി കൊടുക്കാൻ വരുമ്പോ എവിടെ പോയിട്ടാണ് ഒളിക്കുന്നത്? കമ്മീഷൻ കിട്ടാത്തതാണോ ഈ ഫയലുകൾ ചവിട്ടിപ്പിടിക്കാൻ കാരണം? ആഗോള അയ്യപ്പ സംഗമത്തിന് കോടികൾ പൊടിക്കുന്ന ബോർഡിന് ഒരു കരാറുകാരന്റെ വിയർപ്പിന്റെ വില നൽകാൻ എന്താണ് ഇത്ര വൈമുഖ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും നാട്ടിലേക്ക് സ്വാഗതം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതാണോ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഭരണമെന്ന്? നമുക്കറിയാം, ശബരിമല എന്ന് പറഞ്ഞാൽ ഭക്തിയുടെയും ലാളിത്യത്തിന്റെയും കേന്ദ്രമാണ്. തത്വമസി എന്ന് എഴുതി വെച്ച ആ മണ്ണിൽ എല്ലാവരും തുല്യരാണ്. പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് ഈ തത്വമൊന്നും ബാധകമല്ലെന്നാണ് തോന്നുന്നത്. അവിടെ നടക്കുന്നത് ആഗോള അയ്യപ്പ സംഗമങ്ങളാണ്. വിദേശത്തു നിന്നും ആളുകളെ വരുത്തുന്നു, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നു, പരസ്യങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചിലവാക്കുന്നു. ഇതിനൊക്കെ പണം എവിടെ നിന്ന് വരുന്നു? ഭക്തർ കാണിക്കയിടുന്ന പണം, അല്ലെ? ആ പണം കൊണ്ട് ആഡംബരം കാണിക്കാൻ ബോർഡിന് യാതൊരു മടിയുമില്ല. എന്നാൽ ഈ ആഡംബരത്തിന് പിന്നിലെ കറുത്ത വശമാണ് ശിവദാസ് എന്ന കരാറുകാരൻ. 2014 മുതൽ ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തനായി പണിയെടുത്ത ആളാണ്. വെറുതെ പണി ചെയ്തവനല്ല, തന്റെ കയ്യിലുള്ളതും പലിശയ്ക്ക് എടുത്തതും ഒക്കെ ആയിട്ട് ഏകദേശം 2.5 കോടി രൂപ ബോർഡിൽ നിന്നും കിട്ടാനുള്ള ഒരു വ്യക്തി. ഒരു കരാറുകാരനെ സംബന്ധിച്ച് 2.5 കോടി രൂപ കുടിശ്ശിക കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം വരുന്നത്. ഒക്ടോബർ 22 സന്നിധാനം മുൾമുനയിലാണ് രാഷ്ട്രപതി വരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ, പ്രോട്ടോകോൾ ഓഫീസർമാർ, പോലീസുകാർ എല്ലാവരും പറന്ന് നടക്കുകയാണ്. രാഷ്ട്രപതി താമസിക്കുന്ന ഇടം, വിശ്രമിക്കുന്ന ഇടം എല്ലാം രാജകീയമായിരിക്കണം. പ്രോട്ടോകോൾ ഓഫീസർമാർ വന്ന് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നിങ്ങനെ 3 പ്ലാനുകൾ അവതരിപ്പിച്ചു. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ VVIP സൗകര്യങ്ങൾ ഒരുക്കണം. ദേവസ്വം ബോർഡ് ഉടനെ തന്നെ ശിവദാസിനെ വിളിച്ചു. ശിവദാസേ, ഇതൊരു രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ്, പെട്ടെന്ന് എല്ലാം ഒന്ന് റെഡിയാക്കണം. ആദ്യം പറഞ്ഞത് 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മതി എന്നാണ്. ശിവദാസ് സമ്മതിച്ചു. പക്ഷെ ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ ഓരോ മണിക്കൂറിലും മാറിക്കൊണ്ടേയിരുന്നു. അതുപോരാ, ഇത് തേക്കുതടി തന്നെ വേണം, മെത്തയ്ക്ക് ഇത്ര ഇഞ്ച് കനം വേണം, ഫ്രിഡ്ജും ഓവനും ലേറ്റസ്റ്റ് മോഡൽ തന്നെ വേണം. ഒടുവിൽ ബില്ല് 6 ലക്ഷത്തിൽ നിന്ന് 26 ലക്ഷത്തിലേക്ക് കുതിച്ചുയർന്നു. എന്തൊക്കെയാണ് വാങ്ങിക്കൂട്ടിയതെന്ന് നോക്കാം. 1. തേക്കുതടി ഫർണിച്ചറുകൾ. സാധാരണ മരല്ല, ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്ക്, കട്ടിൽ, അലമാര, ടീപ്പോയ്, മേശ, കസേര. 2. ആഡംബര മെത്ത, VVIP സുഖസൗകര്യങ്ങൾ ഉറപ്പാക്കുന്നവ, ഫ്രിഡ്ജ്, TV സ്റ്റാൻഡ്, ലേറ്റസ്റ്റ് ഓവൻ. 4. ഡൈനിങ് സെറ്റ്, സന്നിധാനത്ത് 6 കസേരകളുള്ള വലിയ ഡൈനിങ് ടേബിൾ. ഇതൊക്കെ വാങ്ങിയത് എവിടെ നിന്നാണ്? കോട്ടയം കഞ്ഞിക്കുഴിയിലെ പ്രമുഖ ഷോപ്പുകളിൽ നിന്ന്. GST ഉൾപ്പെടെയുള്ള പക്കാ ബില്ലുകളുമായി ശിവദാസ് തന്റെ കയ്യിലുള്ള പണം പോരാഞ്ഞിട്ട് പുറത്തുനിന്നും പലിശയ്ക്ക് പണമെടുത്ത് ഈ സാധനങ്ങളെല്ലാം സന്നിധാനത്തേക്ക് എത്തിച്ചു. ട്രാക്ടറിലും തലച്ചുമടയായും മലമുകളിലേക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് ഏറ്റവും വലിയ കോമഡി. രാഷ്ട്രപതിക്കും കൂടെയുള്ള 51 പേർക്കും ഭക്ഷണം നൽകാൻ ദേവസ്വം ബോർഡ് വൻ തയ്യാറെടുപ്പുകൾ നടത്തി. പുതിയ പാത്രങ്ങൾ വാങ്ങി, പഴയവ മിനുക്കി, പാചകക്കാരെ ഏർപ്പാടാക്കി. ഇതിനുവേണ്ടി ശിവദാസ് വീണ്ടും ലക്ഷങ്ങൾ ചെലവാക്കി സാധനങ്ങൾ എത്തിച്ചു. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? രാഷ്ട്രപതിക്കുള്ള ഭക്ഷണം തിരുവനന്തപുരത്തെ രാജ്ഭവനിൽ നിന്ന് ഹെലികോപ്റ്ററിൽ എത്തിച്ചു. പമ്പയിൽ വെച്ചാണ് അവർ ഭക്ഷണം കഴിച്ചത്. അപ്പൊ ഈ വാങ്ങിക്കൂട്ടിയ പാത്രങ്ങളോ? അതൊക്കെ അവിടെ മൂലയിലിരുന്നു. ഉദ്യോഗസ്ഥർക്ക് ആർഭാടം കാണിക്കാൻ വേണ്ടി ഒരു പാവം കരാറുകാരനെ കൊണ്ട് ഇത്രയും പണം ചെലവാക്കിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇത് ആസൂത്രിതമായ ഒരു കൊള്ളയല്ലേ? രാഷ്ട്രപതി പോയി, ഫോട്ടോകളെല്ലാം പത്രത്തിൽ വന്നു, ഉദ്യോഗസ്ഥർ കയ്യടി വാങ്ങി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ശിവദാസ് ബില്ലുമായി ബോർഡ് ഓഫീസിലെത്തി. സാർ, ഞാൻ പലിശക്കെടുത്താണ് ഇതൊക്കെ ചെയ്തത്, ആ പണം ഒന്ന് പാസ്സാക്കി തരണം. അപ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ ഭാവം മാറുന്നത്. അത് പഴയ ബോർഡിന്റെ കാലത്ത് നടന്നതല്ലേ, ഫയലിൽ ചില വ്യക്തതകളൊക്കെ വരുത്താനുണ്ട്, പ്രോട്ടോകോൾ ഓഫീസറുടെ ഒപ്പ് വേണം. ഇങ്ങനെ 100,000 ന്യായങ്ങളാണ്. ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഇതിൽ ഇടപെട്ടു എന്നത് സത്യമാണ്. അദ്ദേഹം പണം നൽകാൻ നിർദ്ദേശമൊക്കെ നൽകി. പക്ഷേ പ്രസിഡന്റ് പറഞ്ഞാൽ ഫയൽ നീങ്ങില്ല.
താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് സന്തോഷിപ്പിക്കൽ നടക്കാതെ പേന അനങ്ങില്ല. 2.5 കോടി രൂപ കുടിശ്ശികയുള്ള ഒരാളോട് 26 ലക്ഷം രൂപയുടെ പുതിയ ബില്ല് കൂടി തടഞ്ഞു വെക്കുന്നത് ക്രൂരതയല്ലേ? ഈ തുക കിട്ടിയിട്ടില്ലെങ്കിൽ ശിവദാസന് തന്റെ വീടും വസ്തുവും ജപ്തിയാകുന്ന അവസ്ഥയിലുമാണ്. നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നുണ്ട്. ശബരിമലയിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ മരാമത്ത് പണികൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ എത്ര ശതമാനം തുക കൃത്യമായി ചെലവാകുന്നുണ്ട്? ശിവദാസനെ പോലെയുള്ള കരാറുകാർ പണം കിട്ടാതെ വലയുമ്പോൾ ചില പ്രത്യേക കരാറുകാർക്ക് മാത്രം എങ്ങനെയാണ് കൃത്യസമയത്ത് പണം ലഭിക്കുന്നത്? അവിടെയാണ് കമ്മീഷൻ രാജ് പ്രവർത്തിക്കുന്നത്. ബില്ല് പാസ്സാക്കണമെങ്കിൽ നിശ്ചിത ശതമാനം ഉദ്യോഗസ്ഥർക്ക് നൽകണം. ഇതിന് തയ്യാറാകാത്തവരെ ബോർഡ് വട്ടം കറക്കും. ഈ വിഷയത്തിൽ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയണം. ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, എല്ലാം സുതാര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു സർക്കാർ ബോർഡിൽ ഇത്രയും വ്യക്തമായ തെളിവുകൾ അഥവാ GST ബില്ലുകൾ അടക്കം ഉണ്ടായിട്ടും പണം നൽകാതിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് അല്ലെ? ഒരു വശത്ത് അയ്യപ്പ ഭക്തരുടെ വികാരം ചൂഷണം ചെയ്യുന്നു, മറുവശത്ത് ഭക്തർ നൽകുന്ന പണം ഉദ്യോഗസ്ഥരുടെ ആഡംബരത്തിനും അഴിമതിക്കും ഒക്കെ വേണ്ടി മാറ്റിവെക്കുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശനം പോലും പണം തട്ടാനുള്ള ഒരു അവസരമായി ഇവർ മാറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ചോദിച്ചേക്കാം, ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതല്ലേ എന്ന്. അല്ല, ഇത് മാറണം. ഓരോ ബോർഡ് മാറുമ്പോഴും പഴയ ബാധ്യതകൾ ഏറ്റെടുക്കാൻ പുതിയവർ തയ്യാറാകുന്നില്ല. പക്ഷെ ബോർഡ് എന്നത് ഒരു തുടർച്ചയുള്ള സംവിധാനമാണ്. ഒരു ഫയൽ നീങ്ങാൻ 10 ഉദ്യോഗസ്ഥരുടെ കയ്യൊപ്പ് വേണം. ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൊടുത്താലേ ഫയൽ അടുത്ത സീറ്റിലേക്ക് നീങ്ങുകയുള്ളൂ. ദേവസ്വം ബോർഡ് നിയമനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ വിധേയത്വത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. അവിടെ ഭക്തിയേക്കാൾ കൂടുതൽ പാർട്ടി താല്പര്യങ്ങൾക്കാണ് മുൻഗണന. അത് നമ്മൾ അയ്യപ്പ സംഗമത്തിലും ശബരിമല കൊള്ളയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ശിവദാസ് ഇപ്പോൾ ബോർഡ് പ്രസിഡന്റിന് പരാതി നൽകി കാത്തിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് പണം നൽകാൻ നിർദ്ദേശം വന്നിട്ടും ഉദ്യോഗസ്ഥർ അത് നടപ്പിലാക്കാത്തത് ആരെ പേടിച്ചാണ്? അതോ സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുകയാണോ? ഇന്ത്യയുടെ രാഷ്ട്രപതി സന്ദർശിച്ച ഒരു സ്ഥലത്ത് ആ സന്ദർശനത്തിന്റെ ഭാഗമായി ജോലി ചെയ്ത ഒരാൾക്ക് കൂലി കിട്ടുന്നില്ല എന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും നാണക്കേടാണ്. അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന നമ്മൾ അതിഥിയെ സ്വീകരിക്കാൻ സൗകര്യം ഒരുക്കിയവനെ പട്ടിണിക്കിടുന്നു. നമ്മൾ ഈ വിഷയം ഇവിടെ വിടാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ശിവദാസന് നീതി ലഭിക്കുന്നത് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. കോടികൾ മറയുന്ന ദേവസ്വം ബോർഡ് ഓഫീസുകളിൽ ഇരിക്കുന്നവർ അറിയുക, നിങ്ങൾ ഈ കാണിക്കുന്നത് വലിയ പാപമാണ്. ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് വീണ പണം കൊണ്ട് നടത്തുന്ന ആഗോള സംഗമങ്ങൾക്കൊന്നും അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകില്ല. എന്തായാലും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ നികുതിപ്പണവും ഭക്തരുടെ കാണിക്കപ്പണവും എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്ന് ലോകം തന്നെ അറിയട്ടെ. ശിവദാസൻ അദ്ദേഹത്തിന്റെ 2.5 കോടി രൂപയും രാഷ്ട്രപതി സന്ദർശനത്തിന്റെ 26 ലക്ഷം രൂപയും പാലിശ സഹിതം നൽകാൻ ബോർഡ് തയ്യാറാകണം. ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന് ഒരു അന്ത്യം ഉണ്ടായേ തീരൂ. നിയമപരമായ നടപടികളുമായി ശിവദാസ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ നമ്മൾ ഉണ്ടാകണം. എന്തായാലും അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പിന്തുണയോടുകൂടി എന്തായാലും നീതി ഉറപ്പാകുമെന്ന് തീർച്ചയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.